ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിൽ ഏതൊക്കെ നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിലെല്ലാം തന്നെ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, അതിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ, ടെക്നിക്കൽ അനാലിസിസ്, ഈ 3 കാര്യവും ചെക്ക് ചെയ്ത ശേഷം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം ഇൻഡെക്സ് എങ്ങനെയാണ് ക്ലോസ് ആയത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇൻഡെക്സിൽ ഇന്ന് മാർക്കറ്റ് ആരംഭിക്കുന്ന ഈ ഒരു വീക്കിൽ തന്നെ ഒരു കുറച്ച് ഡൗണിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. 25,000 ബിലോ ക്ലോസ് ആയിരിക്കുന്നു. അപ്പൊ അതൊരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ്. സെൻസസ് 270 പോയിന്റ്സ് ഡൗണിൽ ക്ലോസ് ആയി. നിഫ്റ്റി 24,950 ബിലോ ക്ലോസ് ആയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി 55,420 പോയിന്റ്സ് ക്ലോസ് ആയിരിക്കുകയാണ്. 65 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. സെൻസസും നിഫ്റ്റിയും ഡൗണിൽ ക്ലോസ് ആയിരിക്കുന്നു. ഇന്ന് നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി PSU ബാങ്കും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി IT സെക്ടറുമാവുന്നു. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ബജാജ് ഓട്ടോ, അതുപോലെ എറ്റേണൽ ബിഗസ്റ്റ് ലൂസർ ആയിട്ടുണ്ട്. ഇപ്പൊ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. ഡൗ ജോൺസ് വീക്ക്ലി 3% ഹൈയിൽ പോയി. അതുപോലെ S&P 500 5% ഹൈയിലും, പിന്നെ നാസ്ഡാക്ക് 7% ഹൈയിലും. വീക്ക്ലി ബേസിസിൽ ഹൈയിലാണ് ക്ലോസ് ആയത്. 2025 എത്ര ലോസ് വന്നോ അത് ഇറൈസ് ചെയ്ത് ഗ്രീൻ മോഡിലാണ് US മാർക്കറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ മോഡീസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അമേരിക്കൻ മാർക്കറ്റ് അത്ര പെർഫോമൻസ് ഒന്നും ചെയ്യുന്നില്ല. ഡൗൺഗ്രേഡ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൗൺഗ്രേഡ് ചെയ്ത ക്രെഡിറ്റ് റേറ്റിംഗ്, അതായത് നേരത്തെ AAA റേറ്റിംഗ് കൊടുത്തിരുന്നു, ഇപ്പോൾ AA1 ആ ഒരു റേറ്റിംഗിൽ ആക്കിയിരിക്കുകയാണ്. കാരണം US ഡോളർ വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് കയറ്റിവിടുന്നത് എന്നുള്ള ഒരു ന്യൂസ് കാരണം US മാർക്കറ്റ് അത്ര വലിയ പെർഫോമൻസ് ഒന്നും അല്ല എന്നുള്ള ഡൗൺഗ്രേഡിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ ഒരു ഡൗൺഗ്രേഡ് വന്നത് ആഫ്റ്റർ US മാർക്കറ്റ് ഹവേഴ്സിലാണ് അത് വന്നത്. ഏർലി മോർണിംഗിൽ US ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ആകുന്നത് 200 to 300 പോയിന്റ്സ് ഡൗണിലാണ്. നാസ്ഡാക്ക് 300 പോയിന്റ്സ് 1.5% ഡൗണിലും. ഗ്ലോബൽ ലെവലിലും എല്ലാ ബോണ്ട് മാർക്കറ്റും നല്ല നോൺ സ്റ്റോപ്പ് ആയിട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു ഡേഞ്ചർ സോൺ ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചോളം. എപ്പോഴും ബോണ്ട് മാർക്കറ്റ് ഇൻക്രീസ് ആവുന്നത് പാടില്ല. അപ്പൊ ബോണ്ട് മാർക്കറ്റ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കുറയും. ഓക്കെ, അപ്പൊ ബോണ്ട് മാർക്കറ്റിൽ US മാർക്കറ്റിന്റെ 30 ഇയർ ഈൽഡ് 12 ബേസിസ് പോയിന്റിൽ ഹൈയില് പോയി. അതായത് 5 മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ 10 ഇയർ ബോണ്ട് ഈൽഡും 4.53% വന്നിട്ടുണ്ട്. US എല്ലാ ബോണ്ട് ഈൽഡും നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. ഇന്ത്യയുടെ ബോണ്ട് ഈൽഡും നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. ജാപ്പനീസും ബോണ്ട് ഈൽഡും നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. അപ്പൊ 20 ഇയേഴ്സിൽ ഇല്ലാത്ത ഒരു ഇൻക്രീസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ അതും ഏഷ്യൻ മാർക്കറ്റിന്റെ സെന്റിമെന്റിലും ഡൗൺ ആയി. ജാപ്പനീസ് നിക്കി 0.7% ഡൗൺ. ജപ്പാൻ 40 ഇയർ ബോണ്ട് ഈൽഡ് 20 ഇയർ ഹൈയില് ഉള്ളത്, പിന്നെ അതുപോലെ ടച്ച് ചെയ്തിരിക്കുകയാണ്. ആ ഒരു 40 ഇയർ ഹൈയില് 20 ഇയർ ഹൈ ആ ഒരു റേഞ്ചിൽ ടച്ച് ചെയ്തു. ഹാൻസൺ ഇൻഡെക്സും ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ആയി. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റിയും ഫ്ലാറ്റ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഏതൊക്കെ സ്റ്റോക്കുകൾ നല്ല ഒരു പെർഫോമൻസിൽ വന്നു എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ അതിൽ RVNL, ഇന്നലെ ലാസ്റ്റ് വീക്കെൻഡ് വീഡിയോസിൽ പോലും ഞാൻ ഈ സ്റ്റോക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RVNL 5.42% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ ബജാജ് ഹോൾഡിങ്സ് 4.87%. സുപ്രീം ഇൻഡസ്ട്രീസ് 4.70% ഉയർന്നിട്ടുണ്ട്. അതുപോലെ ദിവീസ് ലബോറട്ടറീസ് 4.59% ഉയർന്നിരിക്കുന്നു. ആസ്ട്രൽ ലിമിറ്റഡും 4.46% ഉയർന്നിട്ടുണ്ട്.
ഇപ്പൊ ഡൗണിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റോക്കാണ് ഈ വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയ ഒക്കെ ചീപ്പാണ്, അതുകൊണ്ട് അക്യുമുലേറ്റ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് മുന്നേ ചോദിച്ചിരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നെഗറ്റീവ് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അഡ്ജസ്റ്റഡ് ക്രോസ് റവന്യൂ റിഗാർഡിങ് ആ ഒരു നെഗറ്റീവ് ന്യൂസ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചീപ്പാണെന്ന് പറഞ്ഞ് ഈ വോഡാഫോൺ ഐഡിയ പോലത്തെ റിസ്കി സ്റ്റോക്കുകളിലൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്ത് കളയില്ല. ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എക്സിറ്റ് ആയിട്ട് വേറെ നല്ല വാല്യൂബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൽ പോവുക. അപ്പൊ ഇന്ന് തന്നെ 8% ആണ് ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം, ആ അഡ്ജസ്റ്റഡ് ക്രോസ് റവന്യൂയുടെ ന്യൂസ് വന്നതിന് ശേഷം ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് GMR എയർപോർട്ട്സ് ആണ്. 3.96% ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ PB ഫിൻടെക് 3.48% ഇടിഞ്ഞിട്ടുണ്ട്. ദെൻ പ്രീമിയർ എനർജി 3.21% ഇടിഞ്ഞിട്ടുണ്ട്. LIC ഹൗസിംഗ് ഫൈനാൻസ് 3.19% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്ക് പോസിറ്റീവ് ആയെന്നുള്ളത് നോക്കാം. കിറ്റക്സ് ഗാർമെന്റ്സ് 5%. കിറ്റക്സ് ഗാർമെന്റ്സ് ഒക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിന് റിപ്ലൈ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോക്കിന് 5% കയറിയിട്ടുണ്ട്. അതുപോലെ KSC 2.25% കയറിയിട്ടുണ്ട്. പെർടെക് സെക്യൂരിറ്റീസ് ഒക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത് എറ്റേണൽ, ഇൻഫോസിസ്, TCS, ടെക് മഹേന്ദ്ര ഇവയൊക്കെയാണ് ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ IT ആണ് വേഴ്സ്റ്റ് ആയിട്ട് ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്. 1.4% സെക്ടർ വൈസിൽ IT ഇടിഞ്ഞിട്ടുണ്ട്. റിയാലിറ്റി സെക്ടർ ആണ് ടോപ്പ് പെർഫോം ആയിരിക്കുന്നത്. 2.2% ആണ് റിയാലിറ്റി സെക്ടർ ആണ് സെക്ടറിൽ വെച്ച് ബെറ്റർ ആയിരിക്കുന്നത്. പിന്നെ നിഫ്റ്റി, PSU ബാങ്കും ഫാർമയൊക്കെ 1.5%, 0.5% വെച്ചിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ റുപ്പി 10 പൈസ അപ്രീഷിയേറ്റ് ആയിട്ടുണ്ട്. വോളറ്റാലിറ്റി ഇൻഡെക്സ് 5% ഹൈയിൽ ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ ഡിഫൻസ് സ്റ്റോക്കിനൊക്കെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ. പാകിസ്ഥാൻ വാർ വന്നപ്പോഴത്തേക്ക് നല്ല കയറുന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്രോഫിറ്റ് ബുക്കിംഗിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സ്റ്റോക്കാണ് ഈ ഒരു NBCC. ഇപ്പൊ NBCC ഇന്ന് ഈ ഒരു സ്റ്റോക്ക് 100 റുപ്പീസിന് താഴെ റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ്. 80 റുപ്പീസ് അറൗണ്ട് ഉണ്ടായിരുന്നപ്പോൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഒത്തിരി ഓർഡേഴ്സ് ഈ ഒരു സ്റ്റോക്കിന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഒത്തിരി സെല് ചെയ്യുന്നുണ്ട്. ഈ NBCC പോലത്തെ സ്റ്റോക്കിനൊക്കെ നല്ല ഡിമാൻഡ് ആണ്. ഓക്കെ, അപ്പൊ NBCC തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് CDSL. CDSലും നല്ലൊരു ഉഗ്രൻ സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോഴുള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കാണ്. 1450. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ എങ്ങാണ്ടോ ആണ് 1:1 സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തത്. അപ്പോൾ റിയൽ റേറ്റ് എന്ന് പറയുന്നത് 2900 അറൗണ്ട് ആണ്. ഇപ്പോൾ ഇതാ 1455 വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഏർണിങ്സ് വീക്ക് ആയിരുന്നാലും ഈ ഒരു സ്റ്റോക്ക് ഏർണിങ്സ് വീക്ക് ആകുമ്പോഴൊക്കെ നല്ലൊരു ബൗൺസ് ബാക്ക് തരുന്നുണ്ട്. സോ അത് മാത്രമല്ല, ഇവരുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള NSDL ഇപ്പോൾ സെബിയിൽ അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. IPOയിൽ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഈ മാസം എൻഡിൽ വരും എന്നുള്ളത്. അപ്പോൾ IPOയിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് കയറുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല കയറാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ കാരണം NSDLയുടെ ഡിമാറ്റ് അക്കൗണ്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു CDSLയുടെ ഡബിൾ ക്വാണ്ടിറ്റിയിലാണ് ഉള്ളത് ആ ഒരു ഡിമാറ്റ് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ CDSL നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ടാണ് ടൈപ്പ് വെച്ചിരിക്കുന്നത്. NSDL ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഈ രണ്ട് സ്റ്റോക്കുകൾ കോമ്പറ്റീറ്റേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു NSDLയുടെ ഈ ഒരു IPOയുടെ ന്യൂസ് എന്തായാലും ഈ ഒരു സ്റ്റോക്കിന് കുറച്ചും കൂടെ കയറ്റം തന്നെയാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്കൊക്കെ നിങ്ങൾ ഇപ്പോൾ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഐഡിയ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. അത് വീണ്ടും ഞാൻ എടുത്ത് പറയുന്നു. ഐഡിയ ഒരു വോഡാഫോൺ ഐഡിയയുടെ ഡോളർ ഇൻഡെക്സ് 101 വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ 65 പെർ ബാരൽ അറൗണ്ട് വന്നിരിക്കുന്നു. ബിറ്റ്കോയിൻ 1,05,000 നിയർലി വന്നിട്ടുണ്ട്. ഗോൾഡ് 1.6% ഡൗൺ പോയിട്ടുണ്ട്. 3,200 പെർ ഡോളർ. ഓക്കെ, സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ്. പിന്നെ ഇവന്റ് ബേസ് ചെയ്ത് നോക്കിയാൽ ഇന്ന് വലുതായിട്ടുള്ള ഇവന്റ് ഒന്നും ഇല്ല. എപ്പോഴും 2 to 4 ആ ഒരു റേഞ്ചിൽ ഫെഡ് ഗവർണറുടെ സ്പീച്ച് കാണും. അപ്പൊ അതല്ലാതെ
എന്താണ് ഇനി വെനസ്ഡേ അപ്കമിങ് ഇവന്റ്സ് ഉള്ളൂ. ആ ഇവന്റ്സിന്റെ കാര്യമൊക്കെ ഞാൻ ഈ വീക്കെൻഡ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക. ദെൻ US മാർക്കറ്റ് ഇന്നിപ്പോൾ 240 പോയിന്റ്സ് ഡൗണിലാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ FIS സെല്ലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു നെഗറ്റീവ് തന്നെയാണ്. അത് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ FIS 526 ക്രോർസ് സെല് ചെയ്തിരിക്കുകയാണ്. DAS 238 ക്രോർസും. അപ്പോൾ അത് ഫസ്റ്റ് ജോയിന്റ് സെൽ ഓഫ് ആണ് ഈ ഒരു മന്തിൽ എന്ന് പറയാം. FIAയും DAയും രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് സെല്ലിംഗ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് നാളത്തെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് വരും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നിഫ്റ്റി റെസിസ്റ്റൻസ് നേരത്തെ നമ്മൾ നല്ല മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തിൽ 25,200 25,250 ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ 25,030 ആ ഒരു റേഞ്ച്, 25,150 ആ ഒരു റേഞ്ച് ആണ്. പിന്നെ താഴേക്ക് പോകുന്ന സപ്പോർട്ട് ലെവല് 24,920 24,875. അപ്പൊ അതിനും താഴേക്ക് പോവാണെങ്കിൽ ഭയങ്കര ഒരു റിസ്ക് തന്നെയാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 55,500 റെസിസ്റ്റൻസ്, 55,600 55,700 ആ ഒരു റേഞ്ച് ആണ്. സപ്പോർട്ട് ലെവല് 55,300 55,150. ഓക്കെ, അതിന് താഴെ പോവാണെങ്കിൽ 55,000 ആ ഒരു റേഞ്ചിൽ വരും. പിന്നെ ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ മോൾഡ് ടെക്കിന്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് 9.5% ഇടിഞ്ഞിരിക്കുകയാണ്. മോൾഡ് ടെക് പാക്കേജിംഗ് എക്സ്പെക്ട് ചെയ്ത പോലെയല്ല. അതുപോലെ ജൂപ്പിറ്റർ വാഗൻസിന്റെ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് 1.6% ഇടിഞ്ഞിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള മേജർ ന്യൂസ് എല്ലാം തന്നെ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ടെലഗ്രാം ചാനൽ പോയി കാണുക. ബജാജ് ഹോൾഡിങ്സ് ഇന്ന് നല്ലൊരു കയറിയിട്ടുണ്ട്. പിന്നെ കൽപ്പതാരു പ്രോജക്ട്സിന്റെ ഓർഡർ കിട്ടിയ ന്യൂസ് ഞാൻ ഇട്ടിട്ടുണ്ട് ടെലഗ്രാമിൽ. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തോളുക, ഏതൊക്കെ സ്റ്റോക്കിനാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. പിന്നെ വോഡാഫോൺ ഐഡിയയുടെ AGR ഡ്യൂ കേസിന്റെ ആ ഒരു ന്യൂസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ IDFC ഫസ്റ്റ് ബാങ്ക് റിജക്ട് ചെയ്തിരിക്കുകയാണ് വാർബാക്ക് ബോർഡ് സീറ്റിന്റെ ആ ഒരു പ്രപ്പോസൽ. ആ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതെല്ലാം ടെലഗ്രാമിൽ പോയി ചെക്ക് ചെയ്തോളുക. പിന്നെ HDFC ബാങ്കിന്റെ ഹയസ്റ്റ് ഡിവിഡൻഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇതെല്ലാം ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തോളുക. അപ്പം മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ മലയാളം ഷെയറുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസിന്റെ ഡീറ്റെയിൽസ് എത്ര പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഉള്ളത് എന്ന് നോക്കിയിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുമ്പ് നമ്മളത് കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾ ആ ഒരു ടോപ്പിക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതനുസരിച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൗ ടു ലേണിംഗ് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക. അതിലൊരു 50 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ക്രൂഡ് ഓയിലിന്റെ സ്ട്രാറ്റജി വീഡിയോസും ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.